ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങളിന്ന് റെഡി ആയിട്ട് ഒരു ഫങ്ഷന് പോകാൻ കഴിഞ്ഞതാട്ടോ. പങ്ങള മോൻ്റെ സുന്നത്ത് മംഗലം. അപ്പം സുന്നത്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ചടങ്ങ് പരിപാടി. അപ്പോൾ അപ്പൂനെ പതിനെല്ലാം പറഞ്ഞയച്ചട്ടോ. പക്ഷെ ആരും ഞാനിങ്ങനെ വീഡിയോയിലാക്കുന്നുണ്ടപ്പോൾ ഭയങ്കര അതിശയത്തിൽ നോക്കുകയാണേ. അപ്പോൾ ആരിസ്ഖാൻ്റെ അനിയൻ്റെ കൂടെയാണ് പോകുന്നത്. അവൻ്റെ ഭാര്യയുണ്ട്, പിന്നെ പെങ്ങളുണ്ട്, പിന്നെ അവൻ്റെ അമ്മായിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഓന് വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇപ്പം എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ഞാൻ ഷാലിനെ മാറ്റിച്ച വെറുതെ ഇങ്ങനെ ഷൂട്ടിന് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചതാട്ടോ. അങ്ങനെ വണ്ടി വന്ന് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കാറിൽ നിന്ന് ഉള്ള ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ പിന്നെ അനിയൻ്റെ മോളാണ്, കുട്ടിയാണിത്. ഇത് പങ്ങള മോള്. അപ്പോൾ ഓക്ക് കുഞ്ഞുങ്ങളെ മടിയിൽ വെച്ചിട്ടു കുട്ടികൾ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അങ്ങനെ ഞങ്ങൾ പോയോണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അപ്പുറമുള്ളത് എൻ്റെ അനിയൻ്റെ അമ്മായിയാണ്, ഭാര്യൻ്റെ ഉമ്മയാണ് കേട്ടോ. പിന്നെ അതിനെ കൂട്ടിയിട്ടില്ല. സ്കൂൾ ഒരുപാട് ദിവസം ലീവായിട്ടുണ്ടായി പനിയെല്ലാം ആയിട്ട്. അപ്പം പിന്നെ ഓരെ കൂട്ടാണ്ട് അങ്ങനെ പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ പോയോണ്ടിരിക്കുമ്പോൾ ഇന്ന് പകുതിക്കുന്ന ചെറിയ പെങ്ങളെ കൂട്ടാനുണ്ട്. നല്ലൊരു കാലാവസ്ഥയിനും മഴയൊന്നും ഉണ്ടായിട്ടില്ല, നല്ല വെയിലുണ്ടായി. ഇനി അങ്ങോട്ടേക്ക് എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങളെ വീടിൻ്റെ അരിയത്ത്, അതായത് എൻ്റെ വീടിൻ്റെ അടുത്താണ് പിന്നെ ഈ പെങ്ങളൊക്കെ എടുത്തിനത്. പക്ഷേ എങ്കിൽ ആരിസ്ഖാൻ്റെ പരൻ്റെ ആരിസ്ഖാൻ്റെ പരയിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട്, ഒരു 19 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വന്ന് ഓളെ വീട്ടിലെത്തി. ഏകദേശം ഒരു 12-12:30 മണിയാകുമ്പോഴാണ് ഓളെ വീട്ടിലെത്തിയത്. അപ്പോൾ കുറച്ചിങ്ങനെ ഒരു തറവാടും ഫാമിലി ഉപ്പാൻ്റെ അനിയൻ്റെ വീടും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ എല്ലാം കൂട്ടുകുടുംബമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുത്തടുത്ത് തന്നെ കുടുംബക്കാർ തന്നെ ഉണ്ട് ഫുള്ളു. അങ്ങനെ ഞങ്ങൾ കയറി പോവുകയാണ് ഓളെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെയും കുറച്ച് ആൾക്കാരെ വിളിച്ചിരുന്നു വെച്ചെങ്കിൽ അവർ വലിയ ഫാമിലിയാണ്. അപ്പോൾ അവരെ കുടുംബം തന്നെ ഉണ്ട്, ഏട്ടനനിയന്മാരും പെങ്ങന്മാരും കൂടിയാൽ തന്നെ അവർക്ക് വലിയ ആൾക്കാരുണ്ടാവും. അപ്പോൾ ചെറിയൊരു മൗലൂദുണ്ട്. അപ്പോൾ കുഞ്ഞിനെ പള്ളിയിൽ പറഞ്ഞേക്കലും എല്ലാം കഴിഞ്ഞ് മൗലൂദുണ്ട്. അപ്പോൾ അതിന് ആ സമയമാകുമ്പോഴത്തേക്ക് എത്താമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നതാണ്. ലോറസ്കാരം കഴിഞ്ഞ പിന്നെ മൗലൂദാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ ഞങ്ങൾ വെഹിക്കിലോട്ട് കയറിപ്പോയതാട്ടോ. എന്താണെന്ന് വെച്ചെങ്കിൽ മുമ്പിൽ ഫുള്ള് ആൾക്കാരേനു. അപ്പം പിന്നെ ഞങ്ങൾ വെഹിക്കിലോട്ട് കയറി പോകുന്നതാണ്. ഓക്ക് 4 മക്കളാണ് കേട്ടോ. മൂത്തത് 2 പെണ്ണും ചെറുത് 2 ആണും. ഏറ്റവും ചെറുത് എൻ്റെ ഷാലുവിൻ്റെ 1 മാസത്തിൻ്റെ ഇളയതാണ്. അപ്പോൾ ഇതാ അവിടെ തൊപ്പിയിട്ടിട്ട് കാണുന്നില്ലേ, ഇവൻ്റെതാണ്. ഇതാണ് നമ്മളെ മമ്മദ് കുട്ടി, ഓൻ്റെതാണ് പരിപാടി. അങ്ങനെ അവിടെ കയറി ഞങ്ങൾ വെള്ളം വർത്താനെല്ലാം പറഞ്ഞ് അങ്ങനെ ഷാലുവിനെ നേരെ കൊണ്ടുപോയി കട്ടുമ്മ കിടത്തി. അപ്പോൾ ഉള്ള ചെറിയ മോനെ അങ്ങനെ കടത്തിയിട്ടിരിക്കുന്ന ആൾക്ക് അത് ഒരു ഇടങ്ങാറുമില്ല കേട്ടോ. ഇടങ്ങാറില്ല പറഞ്ഞാൽ ആ കുട്ടി ഇങ്ങനെ കിടന്നിട്ടുണ്ടാവും. ഷാലുവിനെ പോലത്തെ ഇടങ്ങാറാക്കലില്ല, എൻ്റെ മോൻ്റെ പോലത്തെ. അങ്ങനെ കൊണ്ടുപോയി കടത്തിയപ്പോൾ നോക്കുകയാണ് ഇവനെ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നേ പെടുന്ന തന്നെ ഞങ്ങൾക്ക് ചായ കൊണ്ടു തന്ന അവിടെ ഒരു ചീരണി നട്ട് തന്നതാണ്, കാപ്പിയും. ഇതാണ് ഓളെ മോൻ കേട്ടോ, പറയാൻ വിട്ടു. ഇതാണ് ചെറിയ മോന് തമീം. അപ്പം എല്ലാവരും കണ്ട് ഇതിൽ നോക്കുകയാണ്. ഷാലുവിന് പിന്നെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് തന്നെ ഇരുന്നുകൊണ്ട് ഓനിക്ക് ഒരു കടന്ന് കളിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ കാപ്പിയും പിന്നെ ഇതെന്താ ഔലി കുഴച്ചത്, വെല്ലം ഉരുക്കി പറഞ്ഞ് ഇതങ്ങനെ പൊരിയിട്ടിട്ടുള്ള ഒരു സംഭവം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരിക്കുമെല്ലാം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം മൗലൂദെല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് ലാസ്റ്റിക്കുള്ള പരിപാടി. നമ്മളെ മമ്മദ് കുട്ടിക്ക് നോട്ടുമാല ഇടുന്നതും സമ്മാനങ്ങൾ കൊടുക്കുന്നൊരു തിരക്കിലായിരുന്നു കേട്ടോ.
അങ്ങനെ സമ്മാനങ്ങളെല്ലാം കിട്ടി, ഒരു സൈക്കിളും കിട്ടീനി. അങ്ങനെയുള്ള സമ്മാനങ്ങളെല്ലാം കിട്ടിയ സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇപ്പം തന്നെ 3:30 മണിയായിട്ടോ. അപ്പം എന്തായാലും 4:30 മണിക്ക് അങ്ങോട്ടേക്ക് എത്തൂല. എന്നാലും ഏകദേശം ഒരു 6 മണി 7 മണിയാകുമ്പോഴത്തേക്ക് എത്താനുള്ള വഴി നോക്കണം എന്നുള്ള ഇതാണ്. പിന്നെ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ് പോവുകയാണ് കേട്ടോ. ഇനി വന്നാൽ അപ്പം അതിനോട് പറയാണ്ട് വന്നതുകൊണ്ടാണുള്ളൊരു ബേജാറ്. അങ്ങനെ അപ്പോൾ പെങ്ങൾ വന്നില്ല, ഓള് അവിടെ നിന്ന് മൂത്തോള്. അപ്പോൾ ചെറിയോളും ഞങ്ങളും വന്നതിൽ ഒരാൾ കുറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.